നിങ്ങൾ രണ്ടുപേരും നല്ല റാപ്പ് ഉണ്ടല്ലോ ഇപ്പൊ സംസാരിക്കുമ്പോ തന്നെ. നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നത് ഓർമ്മയുണ്ടോ? ഞങ്ങളാ ഞങ്ങൾ പിന്നെ ആദ്യമായിട്ട് കാണുന്ന ഓർമ്മയില്ലേ? ആദ്യമായിട്ട് ശരിക്കും നല്ല ഓർമ്മ അല്ല, എനിക്ക് ഓർമ്മയുണ്ട്. എനിക്ക് കറക്റ്റ് ഞാൻ പ്രിയങ്കനെ ക്ഷണിക്കാൻ വരുവായത് ഒരു ജ്വല്ലറി ഉദ്ഘാടനത്തിന് പെരുമ്പാവൂർ അല്ലേ? ഞങ്ങൾ ഉദ്ഘാടനത്തിന് പോയി. സ്റ്റേജ് പ്രോഗ്രാം ഒക്കെ ചെയ്യുക. അപ്പം പ്രിയങ്ക ഇപ്പോഴും തിളങ്ങി അയക്കണേ, അന്നും തിളങ്ങി അയക്കണേ. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ വെച്ച് കണ്ടിട്ട് ഹായ് ഹൂയ് ഉണ്ട്. പക്ഷേ അങ്ങനെ ഒരു പരിചയത്തിൽ നമുക്ക് ആ കൊച്ചിനോട് പറഞ്ഞാൽ ചിലപ്പോൾ വരും എന്നുള്ള രീതിയിൽ എൻ്റെ കൂട്ടുകാരൊക്കെ ആയിട്ട് വന്ന് ക്ഷണിച്ച് അഡ്വാൻസും കൊടുത്ത് ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം ആളുടെ തന്നെ ഒരു ഇതുണ്ടായിരുന്നല്ലോ, പരിഭവം പാർവതി. അതിൻ്റെ കുറച്ച് സ്ക്രിപ്റ്റ് ഞങ്ങൾ എഴുതിയപ്പോൾ അത് വില തന്ന് മേടിച്ചു. അതിനകത്ത് എനിക്ക് അഭിനയിക്കാൻ ചാൻസ് തന്നു. ഇത് പാർവതി, ഞാൻ വേറെ ആരോ പരിഭവം അവിടെ കിടക്കണം. അപ്പൊ അങ്ങനെ ഞങ്ങൾ പാർവതി എവിടെ വേണമെങ്കിലും നടന്ന് പാർവതിക്ക് പരിഭവം പറയാം. അപ്പൊ അതിലുള്ള ഓരോ ക്യാരക്ടേഴ്സ് മാറി മാറി വന്നപ്പോ ജാഫർക്ക് വന്നതോടെ അത് കുറച്ചും കൂടി കോമഡി എന്നൊക്കെ ആയിട്ട് നല്ല സ്വന്തമായി ഈ ശൈലി ഇപ്പൊ എല്ലാവരും ക്യാച്ച് ചെയ്ത് വന്നത്. അന്ന് ജാഫർക്കാട് ഇത് തന്നെ. അപ്പൊ അന്നേ നമ്മൾ പിന്നെ അത് തന്നെയല്ല, അത് തുടങ്ങി ഞാൻ ഇത് കൊണ്ടുപോയി പ്രിയയുടെ വീട്ടിലെ അമ്മ പൂജാമുറി കൊണ്ടുപോയി ആ സ്ക്രിപ്റ്റ് ഞങ്ങളോട് മേടിച്ചൊരു പൂജയൊക്കെ നടത്തി. അങ്ങനെയൊക്കെ പോയി ഇപ്പോഴും പരിചയം പറയുന്നുണ്ടോ? ഉണ്ട്. അങ്ങനെയാണ് പരിചയം. ആ പരിചയം എന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇന്റിമേറ്റ് ഫ്രണ്ടല്ല കല്യാണം കഴിച്ചിരിക്കുന്നത്. അമ്മ അനൂപ് കല്യാണം കഴിച്ചു. അന്ന് കഴിഞ്ഞില്ല. അന്ന് എഴുത്താറുണ്ട്. അനൂപ് ഇങ്ങനെ ഇരുന്ന് എഴുതും. അതിന്റെ കൂടെ ഒരു ചെറിയ ചീള് പേപ്പർ എടുത്തിട്ട് അതും എഴുതും. അതിന്റെ കൈമാറി അങ്ങനെയൊക്കെ ഇന്റിമേറ്റ് ഫ്രണ്ടിന്റെ കാര്യം അങ്ങനെയൊക്കെ. പരിഭവം എഴുതാൻ വന്ന് കൃഷ്ണ പൂജപ്പുരയാണ് എഴുതിയിരുന്നത്. കൃഷ്ണേട്ടന്റെ സ്ക്രിപ്റ്റ് അനൂപ് റീറൈറ്റ് ചെയ്യാൻ വന്നതാണ്. റീറൈറ്റ് ചെയ്ത് അങ്ങനെയൊക്കെയോ റീറൈറ്റ് ആയിട്ട് കൊണ്ടുപോയി. അതിന്റെ ആവശ്യമൊന്നുമില്ലായിരുന്നു. പുള്ളി എന്നെ ഇഷ്ടപ്പെട്ട എന്റെ ഈ ഗ്ലാമറും സ്മാർട്ട്നെസ് ഒക്കെ ഉണ്ട്. എന്നെ ഇഷ്ടപ്പെട്ട അങ്ങനെ വിളിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ കുട്ടനോട് കുട്ടനാണ്. കുട്ടറ ശരിക്കും ഭയങ്കര ഒരു പുതിയ എക്സ്പീരിയൻസും പരിപാടിയൊക്കെ ആയിരിക്കുമല്ലോ. കാരണം ഇവരുടെ ഈ സൗഹൃദവും റാപ്പോയൊക്കെ കാണുമ്പോ തന്നെ നമുക്ക് തന്നെ ഒരു ഫീൽ വരുമല്ലോ. ഒരു നമ്മള് ഭയങ്കര ഒരു അടിപൊളി കാര്യം ചെയ്യാൻ പോവാന്നുള്ളത്. അതെങ്ങനെയാ ശരിക്കും? അത് ശരിക്കും വെച്ചാല് ഭയങ്കര എക്സ്പീരിയൻസ്. കാരണം ഒന്ന് ഈ പറഞ്ഞ ജാഫർക്കാടെ അതുപോലെ ഇന്ദ്രസേട്ടൻ്റെ ഒക്കെ കൂടെ അഭിനയിക്കുമ്പോൾ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഞാൻ നോട്ടീസ് ചെയ്ത് ഈ സ്ക്രിപ്റ്റ് ഇങ്ങനെ എന്താ പറയുക അവരിങ്ങനെ ഇംപ്രവൈസ് ചെയ്യുന്നത് ഭയങ്കര രസമാണ്. അതായത് ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഷീറ്റ് കിട്ടി സംസാരിച്ച് ഉടനെ ഒക്കെ ഇങ്ങനെ വായിക്കുന്നുണ്ടോ പെട്ടെന്ന് ഒക്കെ പറയാം ഞാൻ വന്നല്ലോ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയി ആരും ഒന്ന് എടാ ഞാൻ ഇത് പറഞ്ഞാൽ അപ്പം പെട്ടെന്ന് അത്ര നാച്ചുറൽ ആയിട്ട് നമ്മൾ സോറി. അതുപോലെ തന്നെ ഞാൻ ക്യാമറയിൽ ഇപ്പം നോക്കി ഒക്കെ പറഞ്ഞു ഓക്കെ നിനക്ക് കൗണ്ടർ ഞാൻ പറഞ്ഞുതരാം എന്ന് പറഞ്ഞു. അപ്പോൾ ഇക്ക ഇവിടെ നിൽക്കുന്നത് ക്യാമറ എവിടെയാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ എന്തോ പറഞ്ഞുകൊണ്ടിരിക്കും പുള്ളി അതാ പോയി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അയ്യോ നീ എന്തിനും കൂടെ നോക്കി അല്ല അത് പുള്ളി അതിൻ്റെ ഇടയിൽ അങ്ങനെ പറഞ്ഞു. അപ്പം നമുക്ക് പെട്ടെന്ന് ഇക്ക പറയുമ്പോൾ അത് റിയൽ ആയിട്ടാണ് അത്ര നാച്ചുറൽ ആയിട്ടാണ്. അപ്പോൾ അതൊക്കെ എക്സ്പീരിയൻസ് ആണ്. വെറുതെ അല്ല ഞാൻ കൈക്കൂലിയൊന്നും കൊടുത്ത് പറയിപ്പിക്കണം. അത് ഞാൻ പറയുകയും ചെയ്തു. കുട്ടനെ ഞാൻ പറയട്ടെ എന്നൊക്കെ പറഞ്ഞപ്പോഴേ കുട്ടൻ എന്നെ കുറിച്ചൊക്കെ പറയുമ്പോ അങ്ങനെ പൈസ കൊടുത്ത് പറയിപ്പിച്ചല്ല. ജാഫർക്ക് അമ്പളിച്ചേട്ടൻ എന്നൊക്കെ പറയുന്നവര് ടേക്ക് വരുമ്പോ എന്താ ചെയ്യാൻ പോണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് നമുക്ക് മനസ്സിലാവും. പക്ഷെ ഈ വരുന്ന പുതിയ കുട്ടികൾ പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. എനിക്കറിയാം ഇതിന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഇങ്ങോട്ട് ചാടാൻ വഴിയുണ്ടെന്ന്. അമ്പളിച്ചേട്ടനെ ചേട്ടൻ അഭിനയിക്കുമ്പോൾ അങ്ങനെ തന്നെ ലാസ്റ്റ് നമ്മളോട് പറയും പ്രിയങ്ക ടേക്കിന് ഞാൻ നിന്റെ മേത്തേക്ക് മറിഞ്ഞു വീഴും, ബാക്കി ആർക്കും അറിയില്ല, അത് ടേക്കിന് എടുക്കും. അപ്പൊ നമ്മൾ പ്രതീക്ഷിച്ച് നമ്മുടെ തല പോയി അടിക്കും. നമ്മളപ്പോ ഒന്ന് സെക്യൂർ ആവാൻ വേണ്ടിട്ട് അത് പറയണേ. അതുപോലെയൊക്കെ തന്നെ ജാഫർക്ക് ടേക്കിന് എന്തെങ്കിലും നമ്പർ ഉണ്ടാവും.